ഹൈക്കോടതിയിൽ മാധ്യമപ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കാൻ സമയമായെന്നാണ് കരുതുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശം ലഭിക്കണമെന്നും കോടതി വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പിണറായി പറഞ്ഞു. സാമ്പത്തിക ഉപദേശകയായ ഗീതാ ഗോപിനാഥിനെ നിയമിച്ചതിന് എതിരായ വിമർശനങ്ങൾ സദുദ്ദേശപരമായാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും പരസ്പരം ഏറ്റുമുട്ടേണ്ടവരല്ല. നേരത്തെ ഉണ്ടായിരുന്ന സൗഹൃദ അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനാകണം. സംസ്ഥാന സർക്കാർ ഇരുവിഭാഗവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം ഹൈക്കോടതിയുടെ നടപടിയാണ്. ഇതിൽ സർക്കാരിന് ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള അവകാശമുണ്ടാകണം. ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കാൻ സമയമായെന്നാണ് കരുതുന്നതെന്നും വൈകാതെ കോടതി ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൽക്കാലം വികാരം ശമിപ്പിക്കാൻ വേണ്ടി പരസ്പരം ഏറ്റുമുട്ടുന്നതിനുള്ള അവസരമില്ലാതാക്കുക, ഇതായിരിക്കാം ഹൈക്കോടതി സ്വീകരിച്ചിട്ടുണ്ടാകുക. അത് ഏറെക്കുറെ സമയമായി എന്നാണ് തോന്നുന്നത്. ഹൈക്കോടതി തന്നെ രണ്ടു കൂട്ടരുമായും ഇടപെട്ട് ഒരു നേരത്തെയുള്ള നില പുനഃസ്ഥാപിക്കേണ്ട ഘട്ടം ഏറെക്കുറെ സംജാതമായി വരുന്നു എന്നാണ് തോന്നുന്നത്. അതിൽ ഹൈക്കോടതി ശരിയായ രീതിയിൽ ഇടപെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. സാമ്പത്തിക ഉപദേശകയായി ഗീതാ ഗോപിനാഥിനെ നിയമിച്ചതിനെതിരായ വിമർശനങ്ങൾ സദുദ്ദേശപരമായാണ് കാണുന്നത്. ഗീതാ ഗോപിനാഥിന്റെ യോഗ്യത സംബന്ധിച്ച് സംശയമില്ല. ഉപദേശങ്ങൾ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അപ്പോൾ അവരുടെ ഉപദേശം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ ഉപദേശം സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഉപദേശം ലഭിക്കുന്നതിൽ ഒരു കുറവുമില്ല, ഒരു തെറ്റുമില്ല. കോടിയേരി ബാലകൃഷ്ണൻ പയ്യന്നൂരിൽ നടത്തിയ പ്രസംഗം പ്രകോപനം സൃഷ്ടിക്കാനല്ലെന്നും ഈ കാര്യം കോടിയേരി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകി. എം സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ദില്ലിയിൽ തുടങ്ങും. കൊൽക്കത്ത പ്ലീനം കൈക്കൊണ്ട തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങളും യോഗം വിലയിരുത്തും. പാർട്ടിയുടെ സംഘടനാശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കൊൽക്കത്ത പ്ലീനം എടുത്ത തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുകയാണ് ചുമതല. ഇതിനാവശ്യമായ ചർച്ചകളും തീരുമാനങ്ങളുമാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉണ്ടാവുക. കൂടുതൽ യുവജനങ്ങളെയും വനിതകളെയും പാർട്ടി അംഗത്വത്തിലേക്ക് കൊണ്ടുവരിക, ബഹുജന സമരങ്ങൾ ശക്തിപ്പെടുത്തുക, പാർട്ടി അംഗങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക തുടങ്ങിയ തീരുമാനങ്ങളാണ് പ്ലീനത്തിലുണ്ടായത്. വിഴിഞ്ഞം തുറമുഖത്തിന് എല്ലാവിധ സഹായവും നൽകുമെന്ന് കേരളത്തിന് കേന്ദ്രത്തിന്റെ ഉറപ്പ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രം ഉറപ്പ് നൽകിയത്. എന്നാൽ വിഴിഞ്ഞവും കുളച്ചിലും രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം എയർ കേരള പദ്ധതി സർക്കാരിന്റെ അജണ്ടയിലില്ലെന്നും ആറന്മുള വിമാനത്താവള പദ്ധതിയോട് യോജിപ്പില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 30 കിലോമീറ്റർ അകലെ മാത്രമുള്ള കുളച്ചിൽ തുറമുഖത്തിന് അനുമതി നൽകിയ കേന്ദ്ര നിലപാടിലെ ആശങ്കയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചത്. വിഴിഞ്ഞത്തിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖത്തിന് തന്നെ പ്രഥമ പരിഗണന നൽകുമെന്നും വ്യക്തമാക്കി. എന്നാൽ കുളച്ചൽ തുറമുഖവും രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടതായും മുഖ്യമന്ത്രി അറിയിച്ചു. ഇപ്പോൾ പ്രധാനമന്ത്രി എടുത്ത നിലപാട് കുളച്ചൽ തുറമുഖം അത്തരമൊരു തുറമുഖം നിർമ്മിക്കുന്നതുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കില്ല എന്നതാണ്. അതോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണ്. ഗെയിൽ വാതക പൈപ്പ് ലൈൻ പൂർത്തീകരണം വേഗത്തിലാക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ധാരണയിലെത്തി. ഫാക്ടിന്റെ ഭൂമി വ്യവസായ ആവശ്യങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കാനും ധാരണയിലെത്തി. കശുവണ്ടി മേഖല പ്രതിസന്ധി പരിഹരിക്കാൻ റബ്ബറിന് നൽകിയതുപോലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും തീരുമാനിച്ചു. ശബരിമല അടക്കമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുള്ള എയർ സർവീസ് ആവശ്യവും കേരളം കേന്ദ്രം മുമ്പാകെ അവതരിപ്പിച്ചു. എന്നാൽ എയർ കേരള പദ്ധതി സർക്കാരിന്റെ അജണ്ടയിലില്ലെന്നും ആറന്മുളയിലെ വിമാനത്താവള പദ്ധതിയോട് യോജിപ്പില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ഥലം നൽകിയാൽ കേരളത്തിൽ 14 ജില്ലകളിലും സ്ത്രീ സുരക്ഷാ കേന്ദ്രങ്ങൾ നിർമ്മിച്ചു നൽകാമെന്ന ഉറപ്പും മേനകാ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.
സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ഐസ്ക്രീം പാർലർ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് VS സമർപ്പിച്ച ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. ഐസ്ക്രീം കേസ് അട്ടിമറി അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റഫർ റിപ്പോർട്ടും കോടതി പരിഗണിക്കും. വിചാരണ കോടതിയായ കോഴിക്കോട് ജില്ലാ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുക. CBI അന്വേഷണം ആവശ്യപ്പെട്ട് VS സമർപ്പിച്ച ഹർജി തള്ളിയാണ് അന്വേഷണത്തിൽ അതൃപ്തിയുണ്ടെങ്കിൽ വിചാരണ കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത്. ഈ സാഹചര്യത്തിലാണ് കേസ് വീണ്ടും വിചാരണ കോടതി പരിഗണിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വാദത്തിന്മേൽ VSന്റെ വാദം കൂടി കേൾക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് VSന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കും. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ വികസന പ്രവർത്തനങ്ങളെ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും CBI അന്വേഷണം ഇതിന്റെ ഭാഗമാണെന്നും KCA പ്രസിഡന്റ് TC മാത്യു. ഫണ്ട് തിരിമറിയും ഗുരുതരമായ ക്രമക്കേടുകളുമുണ്ടെന്ന പരാതിയിൽ CBI KCAക്കെതിരെ നടത്തുന്ന അന്വേഷണം സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയെന്ന പരാതിയിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ CBI അന്വേഷണം നടത്തുന്നത്. വ്യക്തമായ എസ്റ്റിമേറ്റ് ഇല്ലാതെയും നടപടിക്രമങ്ങൾ പാലിക്കാതെയും പണം ചെലവഴിച്ചുവെന്നും ഇടക്കൊച്ചി സ്റ്റേഡിയം അടക്കമുള്ളവയുടെ ഭൂമി ഇടപാടിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുമാണ് KCA ഭാരവാഹികൾക്കെതിരായ പരാതി. എന്നാൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളെ തടയിടാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങളാണ് പരാതിക്ക് പിന്നിലെന്നാണ് KCA പ്രസിഡന്റ് TC മാത്യുവിന്റെ പ്രതികരണം. KCAയും KCAയുടെ വികസന പ്രവർത്തനങ്ങളെയും KCAയുടെ ഭാരവാഹികളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഇതിനു മുമ്പ് പല രംഗത്തും വിജിലൻസിലൂടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയിട്ടുള്ള നിരവധി കേസുകൾ നൽകി ഇവിടെ എല്ലാം പരാജയപ്പെട്ടപ്പോൾ ഇപ്പോൾ ലോധ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ള കോളിളക്കം BCCIയിലുണ്ട്. അതിൻ്റെ കൂടത്തിൽ ഒരു CBI എന്നുള്ള പേരിലൂടെ എന്തെങ്കിലും വിവാദം കേരളത്തിൽ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ CBI ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും കാരണം വ്യക്തമാക്കിയാൽ മുഴുവൻ രേഖകളും കൈമാറുമെന്നും മാത്യു പറഞ്ഞു. എല്ലാ ഡോക്യുമെന്റ്സും അവർക്ക് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഏത് അന്വേഷണവും നേരിടാൻ ഞങ്ങൾക്ക് തയ്യാറാണ്. KCA ഭാരവാഹികൾക്കെതിരെ ആദ്യമായാണ് CBI അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഏറെ വീറും വാശിയും നിലനിന്നിരുന്ന കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ UDF സീറ്റ് നിലനിർത്തിയെങ്കിലും ഭൂരിപക്ഷവും വോട്ടും ഗണ്യമായി കുറഞ്ഞു. BJP വോട്ടിലും വലിയ കുറവുണ്ടായി. എന്നാൽ LDF വോട്ട് വർദ്ധിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്താനായതായാണ് UDFന്റെ ഏക ആശ്വാസം. 2015 നടന്ന തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷൻ UDF ഭൂരിപക്ഷം 6437 ആയിരുന്നു. ഡിവിഷനെ പ്രതിനിധീകരിച്ചിരുന്ന കോൺഗ്രസ് നേതാവ് പാതൂർ കുഞ്ഞാമോ മരണപ്പെട്ടതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF ഭൂരിപക്ഷം കുത്തനെയിടിഞ്ഞ് 1886 ആയി. തങ്ങളുടെ ശക്തികേന്ദ്രമായ ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലും പള്ളിക്കരയിലെ സ്വാധീന മേഖലകളിലും UDFന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനുണ്ടായ ശക്തിക്ഷയമാണ് വോട്ട് ഗണ്യമായി കുറയാൻ കാരണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി K സുധാകരനും സമാന നിലയിലുള്ള വോട്ട് ചോർച്ച ഈ മേഖലയിലുണ്ടായി. ഇതേ തുടർന്ന് സുധാകരൻ തോൽക്കുകയും ചെയ്തു. 2015 അപേക്ഷിച്ച് ഇത്തവണ പോളിംഗിലും വലിയ കുറവുണ്ടായി. 73% നിന്ന് 61% ചുരുങ്ങി. UDFന്റെ വോട്ട് 18,489 നിന്ന് 14,986 കുറഞ്ഞപ്പോൾ LDF വോട്ട് 12,052 നിന്ന് 13,100 വർദ്ധിച്ചു. പാതൂർ കുഞ്ഞാമുവിന്റെ മകൻ ഷാനവാസ് പാതൂരാണ് ഉദുമ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. INLലെ മൊയ്തീൻ കുഞ്ഞിക്കലനാടാണ് LDFന് വേണ്ടി രംഗത്തിറങ്ങിയത്. BJP വോട്ട് 6,137 നിന്ന് 4,107 ചുരുങ്ങുകയും ചെയ്തു. LDFന്റെ ബഹുജനാടിത്തറ വർദ്ധിച്ചതായി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ ചൂണ്ടിക്കാട്ടി. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയ വോട്ട് ചോർച്ചയാണ് ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. 18,000 വോട്ട് നേടിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ 14,000-ലൽപ്പം കൂടുതൽ വോട്ട് മാത്രമേ നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഈ തോൽവിയിലും അഭിമാനകരമായ മുന്നേറ്റത്തിന്റെ ഒരു ഊർജ്ജം തന്നെയാണ് പ്രതിഫലിക്കുന്നത്. ഡിവിഷനിൽ ഗണ്യമായ വോട്ട് ചോർച്ചയുണ്ടായതായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ അംഗീകരിച്ചു. കഴിഞ്ഞ തവണ UDFന് നേടാൻ കഴിഞ്ഞ വോട്ടുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പൊതുവെ ഒരു നിസ്സംഗ മനോഭാവം ഈ മേഖലയിൽ തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടായി. ജില്ലാ പഞ്ചായത്തിൽ LDFന് 7ഉം UDFന് 8ഉം BJPക്ക് 2 വീതം അംഗങ്ങളാണുള്ളത്. ഉദുമയിൽ വിജയം ആവർത്തിക്കാനായില്ലെങ്കിൽ UDFന് ജില്ലാ പഞ്ചായത്ത് ഭരണം തന്നെ നഷ്ടമാകുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്ത് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി വനിതാ പോലീസിന്റെ പുതിയ പെട്രോളിംഗ് വരുന്നു. പിങ്ക് പോലീസ് പെട്രോൾ എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ പദ്ധതി 3 നഗരങ്ങളിലാണ് നിരീക്ഷണാടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. അതേസമയം പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം അടുത്ത മാസം ആദ്യ ആഴ്ച തിരുവനന്തപുരത്ത് നടക്കും. സ്ത്രീകളെയും പെൺകുട്ടികളെയും ശല്യപ്പെടുത്തുന്നവർ സൂക്ഷിക്കുക. സ്ത്രീ സുരക്ഷയ്ക്കായി പെൺ പോലീസ് ഇറങ്ങുകയാണ്.
ഇനി മുതൽ സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളായ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ വനിതകൾ കൂടുതലായി എത്തുന്ന സ്ഥലത്ത് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി വനിതാ പോലീസിന്റെ സംഘം നഗരത്തിന്റെ വിവിധ കോണുകളിൽ കറങ്ങും. പിങ്ക് പോലീസ് പെട്രോൾ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് നടപ്പാക്കുന്നത്. ഓരോ നഗരത്തിലും ഇത്തരത്തിൽ ക്യാമറ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങളുള്ള 3 വീതം വാഹനങ്ങളായിരിക്കും പെട്രോളിംഗ് നടത്തുക. ഓരോ വാഹനത്തിലും വനിതാ എസ്ഐയും വനിതാ ഡ്രൈവറും അടക്കം 5 പേരുണ്ടാകും. 181 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ ഏതൊരു സ്ത്രീക്കും പെൺകുട്ടിക്കും പിങ്ക് പോലീസ് പെട്രോളിന്റെ സേവനം ലഭ്യമാകും. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ട, കഴക്കൂട്ടം ടെക്നോ പാർക്ക് പരിസരം, വഴുതക്കാട് വനിതാ കോളേജ് പ്രദേശം എന്നിവിടങ്ങളിൽ പിങ്ക് പോലീസ് പെട്രോൾ ഉണ്ടാകും. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി തന്നെയാണ് സംസ്ഥാന പോലീസ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ഇനി 181ലേക്ക് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ശല്യങ്ങളിൽ 3 സിറ്റികളിൽ പോലീസ് തയ്യാറായി കഴിഞ്ഞു. പിങ്ക് സ്ക്വാഡ് റെഡി. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം സുനിൽ അരിമാനു. പ്രമുഖ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമായ KLM ആക്സിവ ഫിൻഫെസ്റ്റ് നിക്ഷേപക സംഗമം നടത്തി. പുതിയ നിക്ഷേപകരെ ചേർത്ത് കൂടുതൽ വ്യവസായങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സംഗമം. കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ KLM ഗ്രൂപ്പ് MD ജോസ് കുട്ടി സേവ്യർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിബു തെക്കുംപുറം, കാർഷിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ KR വിശ്വംഭരൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. വയനാട്ടിൽ പുൽപ്പള്ളി SN കോളേജിൽ ദളിത് വിദ്യാർത്ഥിയെ പ്രിൻസിപ്പൽ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചതായും മർദ്ദിച്ചതായും പരാതി. 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി KK അമൽ സംഭവത്തെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ചികിത്സയിലുമായിരുന്നു. എന്നാൽ പ്രിൻസിപ്പൽ ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ KK അമലിനെയാണ് പ്രിൻസിപ്പൽ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചതായും മർദ്ദിച്ചതായും പരാതി. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ സഹോദരനെ കാണാൻ ചെന്നപ്പോഴാണ് 1ാം വർഷ ക്ലാസുകളിൽ മുതിർന്ന വിദ്യാർത്ഥികൾ പ്രവേശിക്കരുതെന്ന നിർദ്ദേശം പാലിച്ചില്ലെന്നാരോപിച്ച മർദ്ദനമുണ്ടായത്. ഇതിനെതിരെ പ്രതിഷേധിച്ചതോടെ അമലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കയ്യിലുണ്ട് മൊബൈൽ എടുത്തിട്ട് എൻ്റെ പല്ലിനുണ്ട് ഇവിടെ പല്ലിനുണ്ട് അടിച്ച് പുള്ളിക്കാരനെ ഇറക്കി വിട്ട് വീണ്ടും വലിച്ചിറക്കി വിട്ട് അതേപോലെ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് പുറത്ത് തള്ളി നെറ്റിയിൽ ഭിത്തിക്കിട്ട് കൊണ്ടിടിച്ച് നെറ്റിയൊക്കെ പരിക്ക് വന്നു. ഇതിനു മുൻപും സമാനമായ സംഭവങ്ങളിൽ പ്രിൻസിപ്പലിനെതിരെ പരാതി ഉയർന്നിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ പ്രിൻസിപ്പൽ നിഷേധിച്ചു. സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് കുറച്ച് കുട്ടികൾ അവിടെ നിൽക്കുന്നു, കുട്ടികളെ വല്ലാതെ ശല്യം ചെയ്യുന്നു എന്നുള്ള തരത്തിൽ തോന്നിയതുകൊണ്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. സംഭവത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കുകയും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വയനാട്. കനത്ത മഴയിൽ സ്തംഭിച്ച് ഇന്ത്യൻ മഹാനഗരങ്ങൾ. വെള്ളക്കെട്ടുകളും ഗതാഗതക്കുരുക്കുകളും മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, ന്യൂഡൽഹി നഗരങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കി. അതേസമയം അസമിലെ പ്രളയക്കെടുതിയിൽ മരണം 18ആയി. കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ ഹരിയാനയിലെ ഗതാഗതം സ്തംഭിച്ചത് 7 മണിക്കൂറാണ്. ഡൽഹി ഗുഡ്ഗാവ് ദേശീയപാതയിൽ വെള്ളം കയറിയതിനെ തുടർന്നുണ്ടായ ഗതാഗതക്കുരുക്ക് കിലോമീറ്ററുകളോളം നീണ്ടു. റോഡിലെ വെള്ളം പമ്പ് ചെയ്ത് മാറ്റാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ഹരിയാന സർക്കാർ 2 ദിവസത്തേക്ക് ഗുഡ്ഗാവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗുഡ്ഗാവിന് പിന്നാലെ ബംഗളൂരു നഗരവും മഴക്കുരുക്കിൽ അകപ്പെട്ടു. നഗരത്തിലെ തടാകം കരകവിഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. പിന്നാലെ IT നഗരത്തിലെ ഗതാഗതം, വൈദ്യുതി വിതരണം തുടങ്ങിയവ താറുമാറായി. തോരാതെ പെയ്ത മഴയിൽ ഹൈദരാബാദ് നഗരവീഥികളിലെ വാഹനങ്ങൾ മണിക്കൂറുകളോളം നിശ്ചലമായി. സമൂഹ മാധ്യമങ്ങളിലൂടെ വിവരങ്ങളോ നിർദ്ദേശങ്ങളോ പോലീസ് പങ്കുവയ്ക്കാത്തതിൽ പ്രതിഷേധങ്ങൾ ഉയർന്നുവരുന്നുമുണ്ട്. സമാനാവസ്ഥയായിരുന്നു മഹാനഗരമായ മുംബൈയിലും. അന്ധേരിയിലെ വെസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേ ഉൾപ്പെടെയുള്ള പ്രധാന റോഡുകളിൽ ഗതാഗതം ഒച്ചിഴയുന്ന വേഗത്തിലാണ് നീങ്ങിയത്. അസമിൽ തുടരുന്ന പ്രളയക്കെടുതി 18 ലക്ഷത്തോളം ആളുകളെയാണ് ബാധിച്ചിരിക്കുന്നത്. 18 പേരുടെ മരണം ഇതിനോടകം സ്ഥിരീകരിച്ചു. വിവിധ ദേശീയ സേനകൾക്കൊപ്പം ഇന്ത്യൻ സൈന്യവും രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമാണ്. ഗുവഹത്തിയിൽ കഴിഞ്ഞ 3 ദിവസമായി ബ്രഹ്മപുത്ര നദി അപകടകരമാം വിധം കരകവിഞ്ഞ് ഒഴുകുകയാണ്. മജുലി ദ്വീപിലെ 100ഓളം വീടുകൾ തകർന്നു. 22ഓളം ജില്ലകളിലെ കർഷകർ വൻ കൃഷിനാശത്തിന് ഇരകളായി. ന്യൂസ് ഡെസ്ക്. അഡ്വക്കേറ്റ് K. രാംകുമാറിന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ തലസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം. പത്രപ്രവർത്തക യൂണിയനും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബും സംയുക്തമായാണ് യോഗം സംഘടിപ്പിച്ചത്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസുമാർക്കും സംസ്ഥാന ദേശീയ വനിതാ കമ്മീഷനുകൾക്കും പരാതി നൽകാൻ യോഗം തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസമാണ് അഡ്വക്കേറ്റ് K. രാംകുമാർ വനിതാ മാധ്യമപ്രവർത്തകരെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം നടത്തിയത്. വനിതാ മാധ്യമപ്രവർത്തകർ വാർത്തകൾ ശേഖരിക്കുന്നത് നേരായ മാർഗത്തിലൂടെയല്ല എന്നായിരുന്നു പരാമർശത്തിൽ രാംകുമാർ മാപ്പ് പറയണമെന്നും യോഗം ആവശ്യപ്പെട്ടു.